ഹലോ, ബെലേസ സേൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർക്കല മിനി ചേച്ചിയാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അഗസ്തിപ്പൂവായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഇന്ന് അഗസ്തിപ്പൂ കൊണ്ടുള്ളൊരു തോരനാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടാക്കുകയും വേണം കേട്ടോ. സബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുതേ. അപ്പം നമുക്ക് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു അഗസ്തിപ്പൂ എന്ന് പറയുമ്പോൾ നല്ല പല ഗുണങ്ങളും ഉള്ള ഒരു പൂവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അഗസ്തിപ്പൂ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുവാനും പിന്നെ നമ്മളെ ചൂട് സമയത്തൊക്കെ കവിളും വായൊക്കെ പൊട്ടത്തില്ലേ, അവർക്ക് അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ല ഒരു ഔഷധമുള്ള ഒരു പൂവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ വീട്ടിലിത് ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. ഇതിൻ്റെ പിങ്ക് കളറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് വെള്ള വൈറ്റാണ്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പൂക്കളെല്ലാം ഒന്ന് അരിഞ്ഞ് ഒരു പ്ലേറ്റിന് നിറയെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് തോരൻ വയ്ക്കണം. അപ്പം കണ്ട ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ചീരയൊക്കെ അരിയത്തില്ലേ, അതുപോലെ അരിഞ്ഞ് തോരൻ വയ്ക്കുക. ചിലർ വീതിക്കും അരിഞ്ഞ് തോരൻ വയ്ക്കാറുണ്ട്, മെഴുക്ക് വരട്ടാറൊക്കെ ഉണ്ട്. ഞാനിത് തോരനാണെന്ന് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. 2 മുട്ട ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ തോരത്തിന്. അപ്പോൾ ഇത്തിരി കൂടെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഈ തോരൻ കഴിക്കാൻ. അപ്പോഴത്തേക്ക് ഞാനിതിൽ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ലേശം മഞ്ഞൾ അതിലിട്ടിട്ടുണ്ട് ഞാൻ അരപ്പിൽ പിടിക്കാൻ വേണ്ടി, ഒരു 1/4 സ്പൂൺ ജീരകം, കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ കൂട്ട്. ഇത് നമുക്കൊന്ന് തോരത്തിന് ചതച്ചെടുക്കണം. തോരത്തിന് അടിച്ചെടുക്കുമ്പോൾ എടുക്കണം. ഞാനിത് പാൻ അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചാലോ. കടുകൊന്ന് പൊട്ടിച്ച് നമുക്ക് ഈ കരിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ പൂവൊന്ന് തട്ടി കൊടുക്കുക. പൂ തട്ടുന്നതിന് മുന്നേ ആയിട്ട് മുട്ട ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്നിട്ട് മൂപ്പിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് മുട്ട വരട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇത് പൂവാണ് ആദ്യം ഇട്ട് നമ്മൾ തോരൻ വയ്ക്കുവാണെങ്കിൽ അരപ്പ് വേവും, പക്ഷേ മുട്ട ഒരു മഴുഴുഴുഴ അതിൽ പിടിച്ചിരിക്കും. മറ്റേ ഇതാവുമ്പോഴത്തേക്ക് മുട്ട വരട്ടി എടുത്ത് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ആ മുട്ടയുടെ അംശമൊക്കെ നല്ല തുരുതരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ, മറക്കരുത്. ഞാനിതുപോലെ ഇത്രയും പൂവിനൊക്കെ 2 മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് കാണുള്ളൂ. പിന്നെ 1 മുട്ട ഒഴിച്ച് ഇനി 1 മുട്ട കൂടെ കറക്റ്റ് 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ മുട്ടയെ നമുക്കൊന്ന് കിണ്ടി വറുത്ത് എടുക്കാം. ഇത് മുട്ടയും ഇത് അരപ്പുമായിട്ട് അത് ഒന്ന് കിണ്ടി അത് തോരൻ പോലെ ആക്കി എടുക്കണം. നമുക്ക് തോരൻ പോലെ ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് പൂവ് തട്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മുട്ട ഒരുമാതിരി വേവാത്ത മുട്ട എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ, അതുപോലെ ഇരിക്കുന്നുണ്ട്, കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് പാടില്ല. ഇത് നമുക്ക് ആറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ പാത്രത്തിൽ പിടിച്ചിരിക്കുന്നതിനൊക്കെ ഇങ്ങനെ ഇളക്കി അതിനെ വരട്ടി അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടി നല്ല തോരൻ്റെ പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ലേശം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൂവിട്ട് കൊടുക്കാം. പൂവിട്ട് നമുക്ക് ഒന്ന് ഇളക്കി എടുക്കണം. തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിന് കൂടുതൽ വേവൊന്നുമില്ല, പൂവല്ലേ, കൂടുതൽ വേവൊന്നുമില്ല. അപ്പോൾ നമ്മൾ അഗസ്തിപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂക്കൾ കിട്ടുവാണെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് കഴിച്ച് നോക്കണം. മുട്ടയൊക്കെ ചേർത്ത് വെച്ചാൽ നല്ലതാണ്. ഞാനിതിൽ സവാള ചേർത്തിട്ടില്ല. സവാളയും കൂടെ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഈ പൂവ് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്യണം. ഇത് കുഞ്ഞു മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. ചൂട് സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ആരോഗ്യത്തിനൊക്കെ ശരീരത്തിന് സുഖത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. വായിക്കകത്തുള്ള പൊട്ടലുകളെല്ലാം മാറിക്കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബായ്.